ടിപ്പിക്കൽ ട്രാവൽ ഡയറിയുടെ പുതിയ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ അശ്വിൻ. നിങ്ങൾ ബസ് കാത്ത് നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. ഇതിൻ്റെ അകത്ത് ഇംഗ്ലീഷ് ഉണ്ട്, ഹിന്ദി ഉണ്ട്, അറബി ഉണ്ട്, പിന്നെ നമ്മുടെ മലയാളമുണ്ട്. നമ്മൾ 900 ബസ്സിൽ കയറി ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. സരൂജ് പാർക്കിൻ്റെ സ്റ്റോപ്പിലാണ്. ടൗണിൽ നിന്ന് തന്നെ നമുക്ക് ബസ് കിട്ടും. അവിടുന്ന് നമുക്ക് അധികം നടക്കാനൊന്നുമില്ല. ഈ സൈഡിൽ കാണുന്നതാണ് നമ്മുടെ പാർക്ക്. അവിടെ നമുക്ക് പുറത്തുനിന്ന് തന്നെ ഇപ്പോൾ എന്തൊക്കെയോ കാണാം. മൊത്തത്തിൽ ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിട്ടുള്ളത്. സമയം ഇപ്പോൾ ഏകദേശം 6 മണിയാവുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് രാത്രിയാകുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ടാകുമെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ സമയം സെലക്ട് ചെയ്തത്. നമ്മൾ ബസ്സിൽ വരുന്ന ആൾക്കാർക്ക് ഇതിലൂടെ വരുമ്പോൾ മൊത്തം ചുറ്റി നടക്കണ്ട. അതിന് പകരം നമുക്ക് ഇതിലെ ഒരു എൻട്രൻസ് ഉണ്ട്. ഇതിൽ ഇറങ്ങിയിട്ട് നമുക്ക് ഡയറക്റ്റ് പാർക്കിലേക്ക് എൻ്റർ ചെയ്യാം. കയറുമ്പോൾ തന്നെ കാണുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ ഒരു ഏരിയ ആണ്. അവിടെ തന്നെ സൈഡിലായിട്ട് ഒരുപാട് ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട്. എനിക്കറിയില്ല അത് പ്ലാസ്റ്റിക് ആണോ ഒറിജിനൽ ആണോ എന്ന് അറിയില്ല. ഇവിടെ എൻട്രൻസ് തന്നെ വലിയൊരു ഏരിയ ആണ്. ഇവിടെ തന്നെ നമുക്ക് കുറേ കാറുകളൊക്കെ കാണാം. പിന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഓൾറെഡി എത്തിച്ചേർന്നിട്ടുണ്ട്. പിന്നെ കാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വിൻറ്റേജ് ടൈപ്പ് കാറാണ്. നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഈ കാറിൻ്റെ മോഡൽസ് ഒന്നും അറിയത്തില്ല, പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട്. പല ടൈപ്പുള്ള അത് അവിടെ ഒരു ട്രക്ക് കാണുന്നുണ്ട്. നല്ല രസമുണ്ട് ആ ട്രക്ക് കാണാൻ. ഇത് നല്ല ഒലീവ് ഗ്രീൻ കളറാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ മുകളിലെല്ലാം വെച്ചിരിക്കുന്നത് എല്ലാം ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ്. ഇതിൻ്റെ ബാക്കിലുള്ളത് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണോ എന്ന് അറിയത്തില്ല, പക്ഷേ എല്ലാം മൊത്തത്തിൽ നല്ല ഭംഗിയുണ്ട്. നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടും നമുക്ക് വേറെ കാറുകൾ കാണാം. പിന്നെ എല്ലായിടയ്ക്കും ഇതേപോലത്തെ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്. നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമില്ല, കാരണം ഇതേപോലത്തുള്ള ഒരു വേലി വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ കാറുകളിൽ എനിക്ക് ഈ കാറ് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് കാണാൻ. പണ്ടത്തെ ഒരു അംബാസഡറിൻ്റെയൊക്കെ ഒരു ചെറിയൊരു കട്ടുണ്ട്. അതിൻ്റെ ബാക്കിലത്തെ ടയറൊക്കെ കുറച്ച് ഫ്ലാറ്റായിട്ട് നല്ല രസമുണ്ട് കാണാൻ. അതിൻ്റെ ബാക്കിലൊക്കെ ആയിട്ട് ഒരുപാട് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതാണ് അലൈൻ ഫ്ലവർ ഫെസ്റ്റിവൽ. ഇതാണ് എൻട്രൻസ്. ഈ എൻട്രൻസിൽ നിന്ന് ശ്രീകുട്ടി ഇപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നമ്മൾ ടിക്കറ്റ് എടുത്ത് വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ലൈറ്റിങ്ങിൽ ഫ്ലോർ കാണാൻ നല്ല രസമുണ്ട്. ഈ ഫ്ലോറിൽ ലൈറ്റ് ചെയ്തതാണോ അതോ പെയിൻറ്റ് ചെയ്തതാണോ ആക്ച്വലി ഇത്? ഫസ്റ്റ് വിചാരിച്ചത് ആർട്ടിഫിഷ്യൽ ആണെന്നാണ്, പക്ഷേ ഇത് മൊത്തത്തിൽ ഒറിജിനൽ ഫ്ലവേഴ്സാണ്. മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊരു ഏരിയ ഉണ്ട്. കുറേ ആൾക്കാർ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അലൈൻ ഫെസ്റ്റിവലിൻ്റെ ഫ്ലവർ ഫെസ്റ്റിവലിൻ്റെ ഒരു #ള്ള ബോർഡും കൊണ്ട് ഇവിടെയുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ശ്രീകുട്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുക്കട്ടെ. ഇതാണ് നമ്മുടെ ടിക്കറ്റ്. ഒരാൾക്ക് ഏകദേശം 10 dirhams ആണ് വരുന്നത്. അത് വലിയൊരു എമൗണ്ട് അല്ല, കാരണം ഈ സ്ഥലങ്ങൾ കാണുമ്പോൾ അത് 10 dirhams വേർത്താണെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ മൊത്തത്തിൽ മനസ്സിലാവും. ഞങ്ങളങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ഇനിയിപ്പോൾ ഉള്ളിലേക്ക് കയറുകയാണ്. ഈ സൈഡിലൊക്കെ ആയിട്ട് മൊത്തത്തിൽ ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. ഫ്ലോറിലൊക്കെ നല്ല രസമുണ്ട് അതൊക്കെ കാണാൻ. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് മനസ്സിലാവില്ല, കാരണം മൊത്തത്തിൽ വഴികളാണ്. ഈ അലൈൻ ഫ്ലവർ ഫെസ്റ്റിവലിൻ്റെ ബാക്കിലായിട്ട് ഒരുപാട് സൂര്യകാന്തി ചെടികളൊക്കെ കാണാം. നല്ല ഭംഗിയുണ്ട് അതൊക്കെ കാണാൻ. അങ്ങനെ ഇവിടെ കാണുന്നത് ഒരു എൻട്രൻസ് ആണ്. മൊത്തത്തിൽ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു എൻട്രൻസ്. ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ്. ശ്രീകുട്ടി തൊട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ഇവിടെ നമുക്ക് ബഹൂർ പോലെ എന്തോ ഒന്ന് പുറത്ത് വിടുന്നുണ്ട്. അതുകൊണ്ട് നല്ല സ്മെല്ലാണ് ഇതിൻ്റെ ഉള്ളിൽ. വിൻ്റർലാൻഡിൽ പോയപ്പോൾ കണ്ട പോലത്തെ ഒരുപാട് ഷോപ്പുകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഒരു പാർക്ക് പോലെ കുറേ ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ മുന്നിലായിട്ട് ഒരു കേക്ക് പോലെയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രൻസ് ഉണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഉള്ളത് കോഫിയൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഷോപ്പുകളാണ്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ റേറ്റൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല, അത്യാവശ്യം നല്ല റേറ്റ് ആയിരിക്കും. ഇവിടെ മെയിനായിട്ടുള്ളത് കോഫിയും പിന്നെ സ്വീറ്റ്സ്, ചോക്ലേറ്റ്സ് അങ്ങനത്തെ എന്തൊക്കെയാണ്. കാരണം കുട്ടികളെയും അറബിക് ഫാമിലീസിനെയൊക്കെയാണ് കൂടുതലായിട്ട് ഇവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലുള്ള കുറേ കൗണ്ടേഴ്സ് അപ്പുറത്തെ സൈഡിലായിട്ടും ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഏകദേശം എല്ലാം ഒരുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. ഇതുപോലെ ലൈറ്റ് അപ്പ് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ നൈറ്റ് തന്നെ വരണം. അവിടെ ആ ബ്ലൂ കളറിൽ വെച്ച ഫ്ലവേഴ്സ് നല്ല രസമുണ്ട് കാണാൻ. നിങ്ങൾ അടുത്ത് പോയൊന്ന് നോക്കട്ടെ. പിന്നെ ഈ കേക്ക് പോലെയുള്ള സാധനത്തിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് മുകളിൽ എന്താ ഉള്ളതെന്ന് അറിയില്ല. ഞങ്ങളങ്ങോട്ട് ചെന്ന് നോക്കട്ടെ.
ഫൈനലി ഞങ്ങൾ കയറി. എനിക്ക് തോന്നുന്നു ഇത് മാത്രമായിരിക്കും ഉണ്ടാവും തോന്നുന്നു, പ്രത്യേകിച്ച് ഒന്നും ഇല്ല. ഞാൻ വിചാരിച്ചു ഉള്ളിൽ എന്തെങ്കിലും വിഷ്വൽ പ്രസൻറ്റേഷനോ കാര്യങ്ങളോ ഉണ്ടാവും ഞാൻ വിചാരിച്ചത്. ആളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ നാട്ടിലൊക്കെയുള്ള പണ്ടത്തെ ഈ കോട്ടകളൊക്കെ ഇല്ലേ, അതുപോലെ ഈ സൈഡിലൊക്കെ ഒരു സ്ക്വയർ ടൈപ്പിൽ എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പിടിച്ച് കയറാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. കയറുന്നതും ഇറങ്ങുന്നതും ഒരേപോലെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു അവിടെ നിന്നാണ് പ്രോഗ്രാം നടക്കുന്നത്. നമ്മൾ ടോപ്പിലെത്തിയെന്ന് തോന്നുന്നു കേട്ടോ, നല്ല രസമുണ്ടല്ലേ. ഞങ്ങൾ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുള്ളത്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കാൻ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇവിടെ താഴെ നല്ല ബ്ലൂ കളറുള്ള ഫ്ലവേഴ്സ് നല്ല ഭംഗിയുണ്ട്. അവിടെ എന്തോ എഴുതിയിട്ടുണ്ട്, അറബിക്കിലാണ് ബ്ലൂ കളേഴ്സിൽ ഫ്ലവേഴ്സ് ഡിസൈൻ ചെയ്തത്. എന്താണ് എഴുതിയതെന്ന് മനസ്സിലാവില്ല, എനിക്ക് അറബി അറിയില്ല, അതുകൊണ്ടാണ്. നമ്മൾ അവിടെ നിന്നാണ് ബസ്സിൽ ഇറങ്ങി വന്നത്. ഇങ്ങനെ നടന്ന് അവിടെ നിന്ന് നമ്മൾ എൻട്രി ചെയ്തതാണ്. ഇതാണ് നമ്മുടെ മുകളിൽ നിന്നുള്ള വ്യൂ. ഞങ്ങളെപ്പോലെ ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏകദേശം അവിടത്തെ വരെയാണ്. അവിടെയാണ് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നത്. ഇവിടെ നിന്നാണ് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നത്. താഴേക്ക് ഇറങ്ങാണ്. ഇവിടുത്തെ ടൈം കഴിഞ്ഞു. ഓരോ ടീമിനും ഒരു ടൈം സെക്ഷനാണ്. ഇതിൻ്റെ ക്രൗഡ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈമിൽ അവർ മുകളിലേക്ക് ഇറങ്ങുന്ന ആൾക്കാർ അല്ലെങ്കിൽ താഴേക്ക് ഇറങ്ങുന്ന ആൾക്കാരെ മാത്രമേ വിടുന്നുള്ളൂ. അപ്പം ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം വേണം അടുത്ത ടീം മുകളിലേക്ക് വരാൻ. അപ്പോൾ ഈ രീതിയിലാണ് അവരിത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതേ ടൈമിൽ തന്നെ രണ്ടുപേരും കടത്തി വിടാത്തതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് കുറച്ച് നേരം വൃത്തിയായിട്ട് കണ്ടിട്ട് താഴേക്ക് ഇറങ്ങാം. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഇതിനെ ഡെക്കറേറ്റ് ചെയ്തത് നല്ല രസമുണ്ട് കാണാൻ. ഒരു റോസ് കളറിലാണ് ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. നൈറ്റ് ആയതുകൊണ്ട് അത്ര നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം, പക്ഷേ എങ്കിൽ അതിനെ തൊടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. താഴേക്ക് ഉള്ളത് നമ്മുടെ ചെട്ടിയാണ്. പക്ഷെ ഒരുപാട് വളർന്ന് കിടക്കുന്നുണ്ട്, നല്ല രസമുണ്ട്. നമ്മുടെ ഈ റോഡ് സൈഡിലൊക്കെ നമുക്ക് കാണാനാവും ഇതേപോലെ. ഇത് മൊത്തത്തിൽ സെറ്റ് ചെയ്തിട്ട് എന്തായാലും നല്ല രീതിയിൽ അവർ മെനക്കെട്ടിട്ടുണ്ട്. അവിടെ ഇവിടെയായിട്ടൊക്കെ നമുക്ക് ഈ ഫ്ലവേഴ്സ് തൊടാൻ പാടില്ല എന്നുള്ള ഒരു നോട്ടും ഉണ്ട്. ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് കണ്ടില്ല, നല്ല ബട്ടർഫ്ലൈൻ്റെ സ്റ്റൈലിൽ. അതായത് ഫ്ലവേഴ്സ് ബാക്കിലും മുന്നിൽ ബട്ടർഫ്ലൈൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സിൽ സീറ്റിംഗ് ഏരിയയും. മൊത്തത്തിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മൾ കുറച്ച് മുന്നേ ഇതിന് മുകളിലാണ് കയറിയത്. അങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നു. ഇവിടെയൊക്കെ നല്ലൊരു ഏരിയയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെയായിട്ട് ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ഫ്രീ ആയിട്ട് അവരെ കമ്പനീൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു. ഫീമെയിലിനും മെയിലിനും വേണ്ടിയിട്ട് പ്രയർ റൂമുണ്ട്. ആളുകൾ ഫാമിലി ആയിട്ട് വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിനുള്ള ഫെസിലിറ്റിയും ഇവിടെ ഉണ്ട്. പോലുള്ള ബൂത്തുകളിൽ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും. അതേപോലെ നമുക്ക് ഫുഡൊക്കെ വാങ്ങിയിട്ട് ഈ സൈഡിൽ ഓരോ ഏരിയയിലേക്ക് നമുക്ക് ഇതൊക്കെ കഴിക്കാം. ഇവിടെ അല്ലയും ബ്ലൂംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ ഏരിയ ഒക്കെ ഉണ്ട്. ഈ സ്റ്റേജിൻ്റെ അടുത്തായിട്ടാണ് വാഷ്റൂം ഫെസിലിറ്റി ഉള്ളത്. നമുക്ക് ഇവിടെ വരുന്ന ആർക്കെങ്കിലും വാഷ്റൂമിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റേജിന് അടുത്തായിട്ടാണ് ഈ വാഷ്റൂം ഫെസിലിറ്റി ഉള്ളത്. അടുത്തായിട്ട് ഐസ്ക്രീമിൻ്റെ ഒരു ചെറിയൊരു സെറ്റപ്പിൽ ഈ ഫ്ലവേഴ്സ് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലായിട്ട് മയിലും പിന്നെ കുറച്ച് ദൂരെയായിട്ട് ഒരു തെങ്ങ് പോലെ എന്തൊക്കെയോ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാൻ. ഇവിടെ നിന്നിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റും. എല്ലായിടത്തും കാണുന്ന ഒരു നോട്ടാണിത്. അതായത് ആരും ഫ്ലവേഴ്സിന് ചവിട്ടാൻ പാടില്ല എന്നുള്ളൊരു നോട്ടുണ്ട്. ഇവിടെ ഐസ്ക്രീമൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ്. ഫ്ലവേഴ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവർ ഫോട്ടോസൊക്കെ എടുത്ത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യും, അത് ഉറപ്പാണ്. ഇത്രയും വലിയൊരു ഏരിയയിൽ ഇതേപോലെ സെറ്റപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ കാര്യമൊന്നുമല്ല. അത്യാവശ്യം നല്ല പോലെ ഇവർ നല്ല രീതിയിൽ മെനക്കെട്ടിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടും ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അത്രയും ആൾക്കാർ ഇവിടെയൊക്കെ കാണാനുണ്ട്. എന്ത് ടൈപ്പ് ഫ്ലവർ ആണെന്ന് അറിയത്തില്ല. നാട്ടിലൊക്കെ എവിടെയോ കണ്ട പോലെ നമുക്ക് തോന്നുന്നുണ്ട്. മയിലിനെ നമുക്ക് ലൈറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഫ്ലവർ കൊണ്ടും പിന്നെ ലൈറ്റിംഗ് കൊണ്ടും. പക്ഷേ നമുക്ക് ഈ ക്യാമറയിൽ അത്രത്തോളം കാണാൻ കഴിയുന്നില്ല. നല്ല രസമുള്ള ഒരു ട്രീ കണ്ടോ നിങ്ങൾ? ഇത് നല്ല അടിപൊളിയായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ്, പക്ഷേങ്കിൽ പല കളറിൽ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഈ ഈന്തപ്പനയുടെ ഒരു ഡിസൈനിലാണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ബാക്കിലായിട്ടാണ് നമുക്ക് ഈ പരിപാടിയൊക്കെ നടക്കുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ ഈ ഐ പടമില്ലേ, ഈ തമിഴിലുള്ള വിക്രത്തിൻ്റെ ആ പടമാണ് എനിക്ക് ഓർമ്മ വന്നത്. നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ഇത് കൂടുതലായിട്ടും അവർ പറയുന്നത് അറബിക്കിലാണ്, അതുകൊണ്ട്
എനിക്കറിയത്തില്ല എത്രത്തോളം മനസ്സിലാവുന്നു. എന്തായാലും ഞങ്ങൾ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കട്ടെ. ഫ്ലവേഴ്സിൻ്റെ ഒരു ഫേസിൽ കുറേ ആൾക്കാർ ഡ്രസ്സപ്പ് ചെയ്തിട്ട് ഫോട്ടോസിനൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും ഒന്ന് പോയി നോക്കട്ടെ. അവർ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. എല്ലാ കുട്ടികളാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും അവരുടെയൊക്കെ പോയിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഇതൊക്കെ കാണുന്നത്. അവിടെ അവരെ ഒരു കുട്ടിയായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട്. അവരൊക്കെ നല്ല രീതിയിൽ തന്നെ കുട്ടികളൊക്കെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. വേറൊരാൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അവരുടെ കോസ്റ്റ്യൂം കാണാൻ. പിന്നെ നല്ല ഫ്രണ്ട്ലിയാണ് ആൾക്കാരൊക്കെ. കുട്ടികളായിട്ടൊക്കെ കളിക്കുന്നുണ്ടല്ലേ, വളരെ നല്ല രസമുണ്ട് ഇതൊക്കെ കാണാൻ. ഇപ്പുറത്തും അവരെ കുട്ടികളായിട്ട് എന്തൊക്കെയോ കളിക്കുന്നൊക്കെ ഉണ്ട്. എല്ലാവരും നല്ല രീതിയിൽ ഇവിടെ നിന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്. വേറൊരാളാണുള്ളത്, വേറൊരു ഫേസിൽ. നല്ല അടിപൊളി കോസ്റ്റ്യൂമാണ്. കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കോസ്റ്റ്യൂം, നല്ല കളർഫുൾ ആയിട്ടുള്ള. ടൈം കഴിഞ്ഞു എന്ന് തോന്നുന്നു. അവരൊക്കെ പോവുകയാണ്. അവരുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് പോകാൻ തോന്നുന്നു. ഇവിടെ മൊത്തത്തിൽ ലൈറ്റൊക്കെ ഒന്ന് ഓഫായിട്ടുണ്ട്. ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് മുന്നേ എൻ്റെ കൂടെയുള്ള ഒരു കൊളീഗ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞത് ഹാരി പോട്ടറാണ് അവർ കണ്ട ഷോ എന്ന്. കൂടി വിളിച്ചിട്ടുണ്ട് പ്രോഗ്രാം കാണാൻ വേണ്ടി. ഇവിടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇത് മാജിക് പോലുള്ള എന്തോ പ്രോഗ്രാമാണ് കേട്ടോ. കാരണം ആള് കണ്ടിട്ട് ഇതുപോലുള്ള സ്റ്റിക്ക് തൊടാതെ ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുന്നത്. കുട്ടികളൊക്കെ കണ്ടിട്ട് വണ്ടർ അടിച്ചിരിക്കുകയാണ്. കണ്ടില്ലേ? അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ അടുത്ത പ്രോഗ്രാംസ് ഒക്കെ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് നോക്കട്ടെ. ഇത് വിൻസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലവറാണ്. നമ്മുടെ നാട്ടിലുള്ള ഇതില്ലേ, എന്താ പറയുക, ശവന്നാറി എന്ന് പറയുന്ന ഫ്ലവറില്ലേ, അതാണിത്. പല സ്ഥലത്തും കണ്ടിട്ടുള്ള ഫ്ലവേഴ്സിൻ്റെയൊക്കെ പേര് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇത് നല്ല രസമുണ്ട് കാണാൻ. മൊത്തത്തിൽ ഒരുപാടെണ്ണം ഒരുമിച്ചുണ്ടാകുന്ന കാണുമ്പോഴാണ് നമുക്ക് കാണാനുള്ള ഒരു ഭംഗിയുള്ളത്. ഇത് നമ്മുടെ നാട്ടിലത്തെ ജമന്തി പോലത്തെ ഒരു ശരിയാണ്. നല്ല രസമുണ്ട് ഇതിൻ്റെ കളറ് കാണാൻ. മൂങ്ങയാണ്. മൂങ്ങേനെയും ഇതുപോലെ അടിപൊളിയായിട്ട് അവർ ഈ ഫ്ലവേഴ്സ്, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള, ഇരുന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള വേറൊരു സ്ഥലമാണ്. മുമ്പ് ഈ അറബിക്കിൽ എഴുതിയ സ്ഥലമില്ലേ, അവിടെയാണ് ഇതുള്ളത്. മൊത്തത്തിൽ ലൈറ്റ് അടിച്ചിട്ട് അത്ര ഭംഗിയിൽ കാണാനാകുന്നില്ല ക്യാമറയിലൂടെ. പക്ഷേ മറ്റിച്ചായി കാണാൻ നല്ല രസമുണ്ട്. ഫ്ലവേഴ്സ് അല്ല, ഇതൊക്കെ ലൈറ്റ് വെച്ച് അറേഞ്ച് ചെയ്തതാണ്. നമ്മളെ അവതാർ ഫിലിമിലൊക്കെ ഉള്ള പോലെയുള്ള ഒരു ഏരിയ. ഈ റോസ് പൂ ഒക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ. ഇതൊക്കെ ലൈറ്റിങ് വെച്ച് ചെയ്തതാണ്. ഈ തെങ്ങ് പോലെയൊക്കെ എന്തൊക്കെയോ സെറ്റ് ചെയ്തിട്ടുള്ള സംഭവമില്ലേ, അതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഫ്ലവേഴ്സ് ആണെങ്കിലും ഈ മൊത്തത്തിൽ ഈ ഒരു ഏരിയ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഏകദേശം ആൾക്കാരൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സമയം ഏറെക്കുറെ ഇവിടെയുള്ള ഏകദേശം ഏരിയയും ഞങ്ങൾ കവർ ചെയ്തു. ഈ പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്തായിട്ടാണ് ഇതുപോലുള്ള ഒരു കൊട്ടയിൽ അത്യാവശ്യം കുറേ ഫ്ലവേഴ്സൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ഉള്ളത്. പുറത്തേക്ക് ഇറങ്ങുന്ന ഏരിയയിലും ഇതുപോലെ ഒരുപാട് ഫ്ലവേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തത്തിലൊരു ഫ്ലവേഴ്സിൻ്റെ ഒരു എന്താ പറയുക, കലവറ എന്നൊക്കെ പറയാം. നമ്മൾ ഈ ജീപ്പിൻ്റെ ഏരിയയിലേക്കൊന്ന് ചെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം മൊത്തത്തിലൊന്ന് സൈലൻ്റായി. കുറച്ച് മുന്നേ അവിടെ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് അവിടെ എവിടെയായിട്ട് ഒരുപാട് സ്പീക്കറിൽ നമുക്ക് ഈ സൗണ്ട് കേൾക്കാമായിരുന്നു. ഇപ്പം മൊത്തത്തിൽ ഒന്ന് സൈലൻ്റ് ആയ പോലെയുണ്ട്. ഞങ്ങൾ ജീപ്പിൻ്റെ അടുത്തെത്തി. ഇവിടെ നിന്ന് ഫോട്ടോസ് എടുത്ത് നോക്കാം. ഒരു സ്ഥലത്തും തൊടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളും ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇനി പുറത്തേക്ക് പോകാൻ നോക്കുകയാണ്. ഇങ്ങനെ അല്ലൈൻ ഫ്ലവർ ഷോസൊക്കെ കണ്ട് പ്രോഗ്രാംസും കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ഏരിയ ആണ്. അതായത് നമുക്ക് കുറച്ച് നേരം വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. എല്ലാവരും വന്ന് കാണാം. ഇത് എനിക്ക് തോന്നുന്നു ഈ ഫെബ്രുവരി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ ഇത് കഴിയുന്നതിന് മുന്നേ മാക്സിമം ആൾക്കാർ വന്ന് കാണാം. അപ്പോൾ ഞങ്ങൾ എക്സിറ്റിലെത്തി. ഇവിടെ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് വലിയ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എക്സിറ്റ്. എൻട്രൻസിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയായിട്ടുള്ള എക്സിറ്റാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പോവാം. നമ്മുടെ ബസ് എത്ര മണിക്കാണെന്ന് അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്.